welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് സാധാരണ നമ്മൾ എങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് ചെയ്യാറെന്ന് വെച്ചാല് നമ്മൾ പോയിട്ട് ഹൈഡ് ചെയ്യാറാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ ഇന്നൊരു ഈ റൂമിലുള്ള ഒരു സാധനമായി മാറാൻ വേണ്ടി പോവുകയാണ്. അതെ ഗൈസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ പില്ലോ കണ്ടോ, ഇത് ചിലപ്പോ ഞാനായിരിക്കാം, ചിലപ്പോ ഈ ലൈറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കാം, ചിലപ്പോ ഈ ബെഡ് എന്ന് പറയുന്നത് ശ്രീ ആയിരിക്കാം. അതെ, അങ്ങനെ പല പല ഈ റൂമിന്റെ ഉള്ളിലുള്ള എന്ത് സാധനമായിട്ട് വേണമെങ്കിലും ഇന്ന് നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ടൈറ്റില് പോലെ തന്നെ ബീങ് എ തിങ്, ഈ റൂമിൽ ഒരു സാധനമായിട്ട് നമ്മൾ മാറാൻ പോവാണ്. അപ്പൊ ഇനി ഇതിന്റെ റൂൾസ് എന്താന്നുള്ളത് പറഞ്ഞുതരാം. 2 പേരായിരിക്കും ഹൈഡ് ചെയ്യാൻ പോകുന്നത്, ഒരാളായിരിക്കും സീക്കർ. അപ്പൊ നമ്മൾ ഇത് ഒളിക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ്സ് വെച്ചിട്ടായിരിക്കും ഒളിക്കുക. ഇപ്പൊ എക്സാമ്പിൾ പി വെച്ചിട്ടാണ് ഒളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ പില്ലോ, ഞാനിപ്പോ പില്ലോ ആയിരിക്കും, 5 ചിലപ്പോ പെൻസിൽ ആയിരിക്കും. അപ്പൊ സീക്കർ വന്നിട്ട് വെറും 4 ചാൻസ് കൊണ്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഈ പി എന്ന് പറയുന്ന സമയത്ത് ഈ റൂമിൽ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണല്ലോ. പി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ 4 ചാൻസിൽ സീക്കർ ഗസ് ചെയ്യണം ഏതാണ് നമ്മൾ എന്നുള്ളത്. പക്ഷെ സീക്കർക്ക് കണ്ടുപിടിക്കാൻ തീരെ പറ്റുന്നില്ല, ഭയങ്കര ടഫ് ആണെന്നുണ്ടെങ്കിൽ, അതെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രീസ് കാർഡ് ഉണ്ട്. ഈ ഫ്രീസ് കാർഡ് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ സല്ലുവിന്റെ അടുത്ത് നമുക്ക് സല്ലു ഫ്രീസ് കാർഡ് വേണമെന്ന് പറയാം. പക്ഷെ ഈ ഫ്രീസ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് 4 ചാൻസസ് ഉള്ളത് വെറും 3 ചാൻസസ് ആയിട്ട് നമ്മുടെ ചാൻസസ് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫ്രീസ് കാർഡ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് 2 പേര്, ഇപ്പൊ ഇവര് 2 പേരാണ് ഒളിക്കാൻ പോയതെങ്കിൽ ഈ 2 പേരിൽ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യാം. ആ ആള് എന്താണോ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്ത് സാധനമായിട്ടാണോ മാറിയിട്ടുള്ളത്, ഇപ്പൊ എക്സാമ്പിൾ 5 പെന്നായിട്ടാണ് മാറിയിട്ടുള്ളത് വെക്കാം. ആ പെന്നിന്റെ ഷേപ്പില് ഈ ആള് ഫ്രീസ് ആയിട്ട് നിൽക്കേണ്ടി വരും കുറച്ചു നേരം. ആ പെന്നായിട്ട് നിന്ന് കാണിച്ചു കൊടുക്കും. പെന്നിന്റെ മൂടിയാണ് കൈ വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ നിൽക്കുക, ഈ കൈ താഴ്ത്തിട്ട്. അപ്പൊ ഇത് കണ്ടിട്ട് വേണം ആ ഫ്രീസ് കാർഡ് എടുത്ത ആള് ഗസ് ചെയ്യാൻ ഇത് എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഗൈസ് അതാണ് ഫ്രീസ് കാർഡിന്റെ ഉപയോഗം. അത് മാത്രമല്ല നമുക്ക് 2 ചാൻസ് കഴിഞ്ഞ് 3ാമത്തെ ചാൻസ് ആയിട്ടാണ് ഫ്രീസ് കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഫ്രീസ് കാർഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ചാൻസ് ആണ് ഉണ്ടാവുക, എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 4 ചാൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ഗൈസ് അതാണ് ഇന്നത്തെ ചാലഞ്ച്. നമുക്ക് നേരെ ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ലോട്ടറി ഇട്ട് തീരുമാനിക്കാം ആരാണ് സീക്കർ ആവാൻ പോകുന്നത്. ആരും ഹൈഡ് ചെയ്താൽ മതി, എന്തെങ്കിലും മാറണം. ഈ ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ശ്രീന്റെ റൂം ആണല്ലോ. അതെ, ഞാനും ഷാമി വിളിച്ചിട്ട് ഈ കണ്ടുപിടിക്കണം. അതാ നല്ലത്. അപ്പോഴാണ് ഞാൻ കാക്കെടുത്തോട്ടെ, എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്റെ മനസ്സ് പറയുന്നത് ഷാമിയാണ്. ശ്രീയാന്ന് തോന്നുന്നു. ഞാനാണ്. എനിക്ക് ആദ്യം ഹൈഡ് ചെയ്യണം. ആളെ കണ്ടുപിടിച്ച ആൾക്ക് ഞാൻ ഇവിടെ എന്താണെന്ന് തീരുമാനിച്ചു കണ്ടുപിടിച്ചില്ലേ പിന്നെ ഇവിടത്തെ സാധനങ്ങളൊക്കെ നോക്കി വെച്ച പല പല സാധനങ്ങളുണ്ട് ഇവിടെ. ഇതാണെങ്കിൽ ഒരു ലോഡ് സാധനങ്ങൾ റൂമും. കേട്ടോ, അവിടെ പറയുന്ന പുറത്തുനിന്ന് കേൾക്കും. ഞാൻ പോവാ. സ്വാമി പോയി, ഇനി സല്ലു ലെറ്റർ തരണം. ലെറ്റർ താ. ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് പിങ്ക്, പർപ്പിള്, പില്ലോ, പൗഡർ, പിങ്ക് ഫ്രെയിം, പിങ്ക് ഫ്രെയിം, പിങ്ക് എന്ന് പറ്റില്ല, പെൻ ഹോൾഡർ, പോട്ട്, അത് പോട്ടല്ല, ഇത് മഗ്ഗാണ്. അല്ലെ അതല്ല, ഇത് പോട്ട്, അത് പോട്ട്. പിന്നെ പേസ്റ്റ് ബാത്റൂമിലുള്ള, അത് ബാത്റൂമിൽ പുറത്ത് വെച്ചാൽ മതിയായിരുന്നു. പേസ്റ്റൽ പെൻ പറ്റുമോ? പേസ്റ്റൽ പെൻ പറ്റും. ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പോസ്റ്റേഴ്സ് ആണ്. കിട്ടി. പോസ്റ്റർ അതും ഇൻക്ലൂഡ് ആവും. ഫോൺ ഹോൾഡർ, എനിക്ക് പിന്നെ പി അല്ലേ ഫോൺ ഹോൾഡർ ആട്ടെ, അത് പെട്ടെന്ന് മനസ്സിലാവില്ല. സൈഡിൽ ഞാനും വിളിച്ചോട്ടെ. എന്ത് ഫോൺ ഹോൾഡറിന്റെ സൈഡിൽ അത് 2 കൂടി ഒന്നിനെ വിളിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഫോൺ ഹോൾഡർ എടുത്തു. ഓക്കെ, ഞാൻ ഗൈസ് ഇതാണ് കേട്ടോ കുഞ്ഞി ഫോൺ ഹോൾഡർ. ഓക്കെ, അയ്യോ ഫ്രീസ് കാർഡ് ഇങ്ങനെ നിൽക്കാം. ഞാൻ ഓക്കെ. എന്റെ അടുത്ത് നന്നായി പോസ്റ്റർ വായിക്കും. ഫസ്റ്റ് ഓള് കണ്ടുപിടിക്കുന്നു പോസ്റ്റർ ആക്കി പോയോ. ഓള് ചിലപ്പോ അത് വാൾ പോസ്റ്റർ എന്ന് വിചാരിച്ചു തലയിൽ കത്തിയില്ലെങ്കിലോ. ഓക്ക് പോസ്റ്റർ എന്നായിരിക്കും കത്ത്, എനിക്ക് ഉറപ്പ്. ഇത് ചെറുതാണത്, പറ്റൂല. പോട്ട് ഓള് ഊഹിക്കൂ, അപ്പൊ എനിക്ക് പറ്റൂല. 5ക്ക് വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോണ്ടാ. പോട്ട് മറ്റേ പിങ്ക്
ഇത് ഗൈസ് ഞാനിതാവാ പിങ്ക് ബോൾ ഗ്രിഡ് എന്നാണ് പറഞ്ഞത്, പക്ഷെ പിങ്ക് കളറല്ല ഇത്. ഓക്കെ എന്നാ അത് കുറച്ച് വലിയ സാധനം ഞാൻ അവിടെ ഉണ്ടാവും, ഈ ഇവിടെ നിന്നു. പിങ്ക് ബട്ടർഫ്ലൈ ഗ്രിഡ് ഇത് എങ്ങനെ കാണിച്ചു കൊടുക്കും? ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ അല്ല ഫ്രീസ് ആവാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അങ്ങനെ നിൽക്കും. ഓക്കെ ഓക്കെ ഞാൻ ഇങ്ങനെ ഓക്കെ അല്ല അങ്ങനെയല്ല, ഇങ്ങനെയാ സാധനം. ഓ ഇങ്ങനെ ശരി. ഓക്കെ ഇനി ഷാമിനെ വിളിച്ച സമയം ഞങ്ങൾ റെഡി. വിളിച്ചോ സാധനമായിട്ട് മാറി ഞങ്ങളിവിടെ ഇല്ല. ഇല്ലല്ലേ? ഇപ്പൊ അദൃശ്യായിരുന്നു, ഇപ്പൊ നിങ്ങൾ സാധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. സ്പെല്ലിംഗ് എന്താ? സ്പെല്ലിംഗ് പറഞ്ഞിട്ടെ. സ്പെല്ലിംഗ് പി വെച്ചിട്ട് ഇവിടെ പർപ്പിൾ, പിങ്ക്, പോട്ട്, പിന്നെന്താ പി വെച്ചിട്ട് ഇവിടെ എന്താ? പർപ്പിൾ, പിങ്ക്, പോട്ട്, സാധനങ്ങൾ നോക്ക്. പില്ലോ. ഗൈസ് ഞാൻ ആദ്യം എടുത്ത പില്ലോ ഇതാണ് ഗൈസ്. ചിലപ്പോ ഇതിനി എടുക്കൂലെന്ന് വിചാരിച്ചിട്ട് അഞ്ചോ ശ്രീയോ ഇതായാലോ ഫസ്റ്റ് പില്ലോ സെലക്ട് ചെയ്ത്. അല്ല ഒരു ചാൻസ് പോയി. പില്ലോ അല്ലേ? അല്ല എന്തായാലും ആ പില്ലോ അല്ല, വേറെ പില്ലോ. വേറെ പില്ലോ ആവാലോ. രണ്ടാമത്തെ പില്ലോ അതങ്ങനെ പറയില്ല, അതെന്നെ വഴി തിരിച്ചിടാൻ വേണ്ടിട്ടാണ്. വേറെ പില്ലോ ആണെങ്കിൽ അത് പറയില്ല. അപ്പൊ പില്ലോ കട്ട് ചെയ്ത് ഗൈസ്. പിന്നെ അടുത്തത് വരുന്നത് തിരിച്ചിട്ട് ഞങ്ങളെ കണ്ടുപിടിക്കല്ലേ. അയ്യോ പിങ്ക്, പർപ്പിൾ, പോട്ട്, ഫ്ലവർ പോട്ട് 1 2 3 ഫ്ലവർ പോട്ട് എഫാ. പോട്ട് മാത്രം മതി. പോട്ട് നീ എത്ര സമയം ഉണ്ട് പറഞ്ഞു കൊടുക്ക്. സമയം ഇനി 1 മിനിറ്റ് 55 സെക്കൻഡ് മാത്രം. ഷാമി ഈ പോട്ട് അല്ല വേണോ? ഫ്രീസ് കാർഡ് വേണ്ട, എനിക്ക് ഒരു ചാൻസ് കൂടെ ഉള്ളു. ഫ്രീസ് കാർഡ് എടുത്താ രണ്ട് ചാൻസ് പോയി പോകും ഗൈസിന്റെ. വെച്ചിട്ട് പോട്ട്, പിങ്ക് ഈ പിങ്ക് ഫ്ലവർ. അല്ല ലാസ്റ്റ് ചാൻസ് ആണ്. 3 ചാൻസ് പോയി, ഫ്രീസ് കാർഡ് നോക്കി. ഇതെല്ലാം ഇനി ആകെ ഒരൊറ്റ ചാൻസ് ഉണ്ട്, മര്യാദക്ക് നോക്കിക്കോ. കണ്ണ് തുറന്ന് നോക്കി. ഞങ്ങളെ കണ്ടുപിടിക്കാൻ നിന്നാ മതി. ഇവിടെയാണോ അവിടെയാണോ അത് പറഞ്ഞുതരാം. അത് പറയില്ല അല്ലേ? ഞാൻ പിങ്ക് പോട്ട്, 8 സെക്കൻഡേ ഉള്ളൂ. പിങ്ക് പോട്ട്, പർപ്പിൾ പർപ്പിൾ എന്താണല്ലോ നോക്ക്. പർപ്പിൾ ഹെഡ്ഫോൺ. അല്ല ഇതൊന്നല്ലേ? ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല, പ്രത്യേകിച്ചില്ലേ പറ്റില്ല. അതെന്താണ് പി വെച്ചിട്ട് വേറെ എന്താ ഇവിടെ ഉള്ളത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്തായാലും ഫ്രീസ് കാർഡ് പോയി. ഇനി ഏകദേശം പോസ് കാണിച്ചു. ഞാൻ എന്താ അറിയാം ഇവിടെ നോക്ക്, കണ്ണു തുറന്ന് നോക്ക്, നല്ലോണം നോക്ക്. എന്താ സാധനം? അതിന്റെ സ്പെല്ലിംഗ് എന്താ? ഇത് എനിക്ക് കിട്ടൂല. ഇത് ഞാൻ വിചാരിച്ചു പക്ഷെ ഫ്രീസ് കാർഡ് എടുത്തിന് നമുക്കത് കിട്ടിയിരുന്നു. ഞാൻ ആ പോസ് കാണിച്ചു. ഈ പോസ് കാണിച്ച ഈ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് പോകൂലേ? ഞാൻ ഒരു ചാൻസ് പോയപ്പോ ഒരു കട്ടൊക്കെ ഉണ്ട്, കാണാൻ കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. നിന്നെ കാണിച്ചേ തൂക്കിടാൻ പോവാ. അതെ, തൂങ്ങാൻ പോവ്. അതെ ഇങ്ങനെയല്ലേ ലിറ്ററലി തൂക്കിയിട്ടത് തന്നെയാണ് ശ്രീ. ഇല്ല ശ്രീ ഇതെന്താ അവിടെ? എന്താ ഞാൻ ഇങ്ങനെ നിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കും. ഇതിന്റെ അപ്പുറത്തേക്കും കുറെ സാധനങ്ങളുണ്ട്. ഇതിപ്പോ ശ്രീ എന്താ? ഞാൻ ഈ ചുമരിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കി ചാമി. ഗ്രിഡോ, പിങ്ക് ഗ്രിഡോ. ഇവിടെ പിങ്ക് എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ എന്റെ ജീവൻ പോയി. ഞാൻ ചപ്പ പിടിച്ചത്. പക്ഷെ എനിക്ക് പിടിക്കണമെന്ന് ഭയങ്കര ഉറപ്പായിരുന്നു. അത് കുറച്ച് ശരിക്കും ഫ്രീസ് കാർഡ് യൂസ് ചെയ്തില്ല. ഇത് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഓളെ കിട്ടുമായിരുന്നു, ഇന്നും കിട്ടും. ഞാനൊരു ചാൻസ് പോയല്ലോ വിചാരിച്ചിട്ടാണ് പിങ്കിൽ അധികം എന്താ പറയാ പി വെച്ചിട്ട് പോട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിന് ഇങ്ങനെ പേരിടുന്നു. ഒളിക്കാൻ എത്ര ബുദ്ധി ഇയാൾക്ക് ഒളിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യം ഫ്രീസ് കാർഡ് യൂസ് ചെയ്യും. നമ്മൾ അടുത്ത പ്രാവശ്യം ഫ്രീസ് കാർഡ് യൂസ് ചെയ്യുന്ന പറഞ്ഞാ പോയത്. അപ്പൊ പോസ് കാണിച്ചാലും കിട്ടാത്ത വല്ലതും എടുക്കണം. സ്പെല്ലിംഗ് അടുത്ത ലെറ്റർ സി. മറ്റേ കട്ടിങ് മാറ്റ്
കട്ടിംഗ് മാറ്റ് കട്ടിംഗ് മാറ്റ്, കൺസോള്, കീബോർഡ്. ഇതെന്താ? ഇതെന്താ? സ്കൂട്ടർ. ഇതെന്താ? അത് ട്രിങ്കറ്റ് ഡിഷ്. ക്ലേ ട്രിങ്കറ്റ് ഡിഷ്. ഇതാവാൻ പറ്റും. ഇതൊക്കെ ആവുമ്പോ ഞാൻ ഇങ്ങനെ ഇതെന്താ സാധനം? ക്രിസ്റ്റൽ ബോൾ. ഇത് വലിപ്പമൊക്കെ അല്ലേ? വലിപ്പൊക്കെയല്ലേ? പിന്നെ കബോർഡ്. ഇത് വാർഡ്രോബ്. അത് വാർഡ്രോബ്. ഓക്കെ, അത് കബോർഡ്. അപ്പൊ ഞാനൊരു പണി ചെയ്യും. ഞാൻ കബോർഡായിട്ട് കേട്ടോ. ഞാനേ ക്രീം ആവാം. ഇത് ക്രീം. ഈ ക്രീമാണ് കേട്ടോ ഞാന്. അപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ വെച്ചതാ. അപ്പൊ ഞാൻ നിക്കുകയാണെങ്കിൽ നിന്നോടത്ത് ഇങ്ങനെ നിന്നോടുത്താ മതി. മനസ്സിലായില്ല. ഉറപ്പാണ് അവള് ഫ്രീസ് കാർഡ് യൂസ് ചെയ്യും. ഞാൻ എങ്ങനെ നിൽക്കൂ? ഞാൻ എന്താ ആവുന്ന തീരുമാനം? ഞാൻ കബോർഡല്ലേ? കബോർഡാണ്. ഞാൻ ആ ബെഡിൽ ഇങ്ങനെ കിടക്കണ്ടേ? ക്രിസ്റ്റൽ ആയിട്ട് ഇങ്ങനെ നിന്ന് അടിക്കോ? അതെങ്ങനെയുണ്ടാവും? പെൻഡുലാണ് കട്ടിംഗ് മാറ്റാണ് ഞാൻ കട്ടിംഗ് മാറ്റ് ആണെങ്കിൽ കട്ടുമ്പോ കടന്നാ മതി. കട്ടിംഗ് മാറ്റ് ആണെങ്കിൽ ഫസ്റ്റ് കട്ടിംഗ് മാറ്റ് ഒക്കെ കണ്ടുപിടിക്കാം. ഓക്കെ വെച്ച ഉറപ്പാണ് ഞാൻ കബോർഡാ. കബോർഡ്. ഓള് കബോർഡ്, ഞാൻ ക്രീം. ഓക്കെ സലു, ഫിക്സ് ആണ്. ഞങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഞാനും കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഇതിൽ ഞാൻ എന്തായാലും ഇവരെ കണ്ടുപിടിക്കും ഗൈസ്. ഓക്കെ, സ്പെല്ലിംഗ് പറഞ്ഞിട്ടെ. ഇപ്പുറത്ത് വാ, ഇവിടെ വാ. ഓക്കെ, റെഡി? സ്പെല്ലിംഗ് C 3 2 1 ഗോ. സി. ഇവിടെ ക്ലോക്ക് ഉണ്ട്. ആരെങ്കിലും ഒരാള് ക്ലോക്ക് ആണോ? ഈ കാണുന്ന ക്ലോക്ക് ആണോ? ഉറപ്പിച്ചിട്ട് പറയണം, അല്ലാതെ ഉറപ്പിക്കാൻ പറ്റില്ല. അല്ല. സി വെച്ചിട്ട് ക്ലോക്ക് അല്ല. സാറില്ല ഗൈസ്, പറ്റും. ഒരു ചാൻസ് വരും. ഫ്രീസ് കാർഡ് ഉപയോഗിക്കണ്ടെങ്കിൽ ഇനി ഒരു ചാൻസ് കൂടെ എടുക്കാൻ പറ്റില്ലേ? അത് കഴിഞ്ഞിട്ട് ഫ്രീസ് കാർഡിന്റെ ചാൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, സി വെച്ചിട്ട് കാലണ്ടർ. ഞങ്ങളെ മുഖത്തേക്ക് നോക്കണ്ട. ഓള് ഞങ്ങളെ മുഖത്തേക്ക് നോക്കുക. ഞങ്ങള് പതായി മാറിയിട്ടേ ഞങ്ങൾ കാലണ്ടർ ഗൈസ്. ഈ കാലണ്ടർ ആണോ അഞ്ജു ശ്രീയു? ഉറപ്പിച്ചു. അല്ല. ഇവര് ഈ റൂമിൽ ഇല്ല. അപ്പൊ ഇല്ല, ഞങ്ങൾ അദൃശ്യം. സി വെച്ചിട്ട് ക്ലോക്ക് പോയി, കാലണ്ടർ പോയി. ഫ്രീസ് കാർഡ്. ഫ്രീസ് കാർഡ് കിട്ടിയിട്ട് ഫ്രീസ് കാർഡ് കിട്ടിയിട്ട് എങ്ങനെ കഴിച്ചിലാവാന്നുള്ള വിചാരം. പക്ഷെ ഇത് ഞങ്ങൾ ഓളക്കാട്ടും ബുദ്ധി പ്രയോഗിച്ചിട്ടാണ്. നമുക്ക് അറിയില്ല ആരെ വേണം. ഇന്നെ വേണം, അഞ്ചിന് വേണം. ശ്രീനവതി. ശ്രീ കരഞ്ഞിന്നെ പറ്റിക്കാൻ നോക്കി. അതോടെ ശ്രീ കാണിച്ചാ മതി. കാണിച്ചേ. വേഗം കാണിക്ക്, ടൈം പോകണ്ടേ? അതിനോട് ചാരി നിൽക്കുന്ന എന്തോ ഒരു സാധനമാണ്. എന്തോ ഒരു സാധനല്ല, സി വെച്ചുള്ള ഒരു സാധനം. സി വെച്ചിട്ടുള്ള അതെന്താണ് ഗൈസ്? മധുരമേലെന്തൊക്കെയാണ് ഇവിടെ? ഇനി ആകെ 49 സെക്കൻഡ് ആണ് കേട്ടോ ഷാമി. 49 സെക്കൻഡ്. ഇല്ല, ആ ശ്രീ കാണിക്കുമ്പോ ടൈം പോയിട്ടാ. സി വെച്ചിട്ട് എന്താ? സി വെച്ചിട്ട് അങ്ങനത്തെ സാധനം എന്താണല്ലേ? ഇങ്ങനെ ഇങ്ങനെ കുന്നൊരു സാധനം ഇതാണോ? സി അല്ല, കുറച്ച് ടൈം നീട്ടി തരണം. ശ്രീ കാണിക്കുന്നതിന് ടൈം പോയെന്നാണത്. ഇതെന്നെ കബോർഡാണോ? കബോർഡ്. ഏത് കബോർഡ്? ആ കബോർഡ്. അതെ, അതെന്താ ഇത്? ആണോ? അതിനെന്തെങ്കിലും അടിച്ചവിടെ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന പോലെ കാണിച്ചവരെ 10-11 സെക്കൻഡ് ബാക്കി നിൽക്കെ ഷാമി ശ്രീനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് വരുന്നതിന് മുന്നേ സി ഞാൻ ആലോചിച്ചിരുന്ന ആൽഫബറ്റ്. പക്ഷെ ഞങ്ങൾ ആലോചിക്കാത്തത് നമ്മള് മൊത്തം ആലോചിച്ച. ക്ലോക്ക് ഞങ്ങൾ ആലോചിച്ചില്ല, കലണ്ടർ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അപ്പൊ അഞ്ച് എന്താ? ഞാനെന്താ ആറ് ഷേപ്പ് കാണിച്ചിട്ടല്ലേ? ഞാനെന്താ അറിയോ? എന്നോട് കാണിച്ചു ഞാൻ പറ. കണ്ടോ ഒന്നുമില്ലാതെ നിൽക്കുന്നു. എന്താ? സ്റ്റാൻഡ്. അല്ല, അത് എസ് അല്ലേ? എന്ത് സ്റ്റാൻഡാ? കോസ്മെറ്റിക് സ്റ്റാൻഡ്. ക്രീം. അതും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല. ഞാൻ അവിടുന്ന് വരുന്നതിന് മുന്നേ സി വെച്ച് ആലോചിച്ചത് ക്ലോക്ക്, കബോർഡ്. ക്ലോക്കും കാലണ്ടറും തീരെ അല്ല, ക്ലോക്ക്, കാലണ്ടർ, കബോർഡ്, ഇത് മൂന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോ കബോർഡിനായിരിക്കും ഈ കബോർഡ് ചൂസ് ചെയ്യാൻ ആ കബോർഡ് എങ്ങനെ ചൂസ് ചെയ്തു?
ഇത് കൺസോൾ എന്നുള്ളത് ഞാൻ ഇതാവാൻ അപ്പൊ ഇനി ശ്രീയാണ് ശ്രീയാണ് കേട്ടോ. ഞാനോട് കൂടെ ഞങ്ങളുടെ സ്പെല്ലിംഗ് നിങ്ങളെ സ്പെല്ലിംഗ് എസ്. സ്കൂട്ടർ സ്കൂട്ടർ ഉണ്ട് ഇവിടെ. സ്കൂട്ടർ സ്റ്റിക്കർ 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 ബുക്ക് ഉണ്ട്. സ്റ്റിക്കർ ബുക്ക് പിന്നെ സ്റ്റാൻഡ് ബോർഡ് ഉണ്ട്. സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇത് സിൽവർ ബട്ടർഫ്ലൈ പിന്നെ ഇത് ഈ സ്റ്റാൻഡ് ആ സ്റ്റാൻഡ് ഇഷ്ടംപോലെ സ്റ്റാൻഡ് ഉണ്ടല്ലോ. ആ സ്റ്റാൻഡ് പറ്റും, ഈ സ്റ്റാൻഡ് പറ്റും, ഈ സ്റ്റാൻഡ് പറ്റും. ഞാൻ തീരുമാനിച്ചു ഇതാ ഇത് സിൽവർ ബട്ടർഫ്ലൈ. അതിപ്പോ ഇത് ഏത് തൊട്ടാലും കുഴപ്പമില്ലല്ലോ, ഏതായാലും കുഴപ്പമില്ല guys. അപ്പൊ സിൽവർ ബട്ടർഫ്ലൈ. ഇതിനെന്താ സല്ലു പറയാ? അത് ലാമ്പാണ്. ലാമ്പ് സ്റ്റാൻഡിംഗ് ലാമ്പ് എന്ന് അറിയോ? സ്റ്റാൻഡിംഗ് ലാമ്പ് എന്ന് പറയും. അത് പിടിച്ചാലോ സ്റ്റാൻഡിംഗ് അത് ലാമ്പ്? ചിലപ്പോ ഓക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഈ സ്കൂട്ടർ ആവാൻ പോവാണ്. അത് ഫ്ലോർ ലാമ്പ് നട്ടോ പറയാ, അതുകൊണ്ട് അത് പറ്റില്ല. ഞാൻ ഈ സ്കൂട്ടർ ആട്ടോ. അപ്പൊ 5 ഈ സ്കൂട്ടർ. ഞാൻ ഈ സിൽവർ ബട്ടർഫ്ലൈ, 5 ആ സ്കൂട്ടർ. ഇതിൽ ഏത് ബട്ടർഫ്ലൈ ഓക്ക് സെലക്ട് ചെയ്യാട്ടോ. അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈനെ പറഞ്ഞൂടാ? അല്ല പറ്റും, കാരണം ഇതൊക്കെ സെയിം സിൽവർ കളറിലുള്ള തൂക്കിടുന്ന ബട്ടർഫ്ലൈ അല്ലേ. Okay, okay. പക്ഷെ സിൽവർ ആണ്. Okay, okay. ആലോചിക്കണം. Okay, ഞങ്ങൾ set. ഞങ്ങൾ സെറ്റ്. ഒന്നുമില്ല, ഞങ്ങൾ ഉപയോഗിക്കാന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊന്നല്ല, ഞാൻ എല്ലാം കൂടെ മിക്സ് ആയിട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ്. ടൈമർ കാക്കതയുണ്ട്. ഓക്കെ, സ്പെല്ലിംഗ് പറയട്ടെ. ഓക്കെ, പറയാൻ പോണേ. Ready? സ്പെല്ലിംഗ് S 3 2 1 ഗോ. S എസ് വെച്ചിട്ട് സിസേഴ്സ് ഉണ്ട്. അയ്യോ എസ് വെച്ചിട്ട് സിസേഴ്സ് ഉണ്ട്. സ്റ്റാൻഡ്, എന്ത് സ്റ്റാൻഡ്? ടേബിൾ സ്റ്റാൻഡ്. ടേബിൾ സ്റ്റാൻഡ്, സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡ്, സ്റ്റാൻഡ്, ഒരാളിതാ കാടെടുത്തുക. സോസർ, ഡ്രിങ്ക് ഡിഷ്. അയ്യോ എനിക്കൊന്നും കിട്ടില്ല. എന്താണിത്? അതങ്ങനെ തന്നെ, അതങ്ങനെ സീക്രട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഇത് 2.5 മിനിറ്റ് മഗ് മഗ് മഗ്. ഓരോന്ന് എണ്ണി പുറത്ത് നോക്കാതെ. ഇവിടെ ഇത് സ്റ്റാൻഡ്, ഇത് എന്ത് സ്റ്റാൻഡ്? ഇത് കോസ്മെറ്റിക് സ്റ്റാൻഡ്. ഓക്കെ, ഇത് പ്ലാന്റ്. ചിലപ്പോ അങ്ങനെയൊന്നും ആലോചിക്കണമെന്നൊന്നുമില്ല. അതാണ് ഞങ്ങള് കോസ്മെറ്റിക്സ് ഒന്നും ആലോചിക്കണമെന്നില്ല. എസ് സ്റ്റാൻഡ്. ഒരെണ്ണെങ്കിൽ സെലക്ട് ചെയ്യണേ. 2 മിനിറ്റ് 10 സെക്കൻഡ്. സ്റ്റാൻഡ് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അല്ല. അടുത്ത് ഇനി 3 ചാൻസ് ബാക്കി. സാധനം കിട്ടില്ലയോ? 1 മിനിറ്റ് 58 സെക്കൻഡ് ആയ. എസ് വെച്ചിട്ട് ഇവിടെ എന്തെല്ലാം സ്റ്റാൻഡ്, സൂപ്പർമാൻ. ഈ സിസേഴ്സ്. ഉറപ്പിച്ചോ? അല്ല ഫ്രീസ് കളഞ്ഞോ? സല്ലു കൊടുക്കേണ്ട ആള്. ഞങ്ങൾ എസ് ആണ് guys ഉപയോഗിച്ചിട്ടുള്ളത്. അതെ, S. ഫ്രീസ് കാർഡ്. ഇനി 1 മിനിറ്റ് 34 സെക്കൻഡ്. പോസ് ചെയ്യണമെങ്കിൽ ആളെ നോക്കണം. പോസ് ചെയ്യാൻ പറ്റില്ല, എന്റെ ലാസ്റ്റ് പോസ് ചെയ്തില്ല. ഷാമി. എന്ന് 2 റൗണ്ട് ഞാൻ ആയിട്ട് എന്റെ പേര് സെലക്ട് ചെയ്ത് എന്താ കാണിച്ചടേ? എന്നെ കണ്ടുപിടിക്കും ചിലപ്പോ. എന്താ മനസ്സിലായോ? ഇതെന്താ തിരിഞ്ഞളിക്കണ? 1 മിനിറ്റ് 10 സെക്കൻഡ്. ബട്ടർഫ്ലൈ ഇല്ലല്ലോ ഇങ്ങനത്തെ. കുറച്ച് ടഫാ. 1 മിനിറ്റ് കഴിയാറായിട്ട് 59 സെക്കൻഡ്. കുറച്ച് ടഫാ. ഇനി ഞാൻ കാണിച്ചു തരില്ലേ? അത് ഒറ്റ പ്രാവശ്യം കാണിച്ചോളൂ. എന്താ ചുമരിന്റെ അടുത്ത് നാടി കളിക്കുന്ന സാധനം? എനിക്കറിയാം. ഇതിലും നന്നായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഒരു മനുഷ്യന്. അത് വേറെ കാര്യം. സ്റ്റാൻഡ്, ഗാർലൻഡ്. ഇവിടെ ആടിക്കളിക്കുന്ന സ്റ്റാൻഡ് എന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഇത് ഉറപ്പിച്ചോ? അതിന്റെ പേരെന്താ? പെട്ടെന്ന് ബട്ടർഫ്ലൈ എന്നല്ലേ? എസ് വെച്ചിട്ട് ബട്ടർഫ്ലൈ. അല്ലേ പറ. എസ് വെച്ചിട്ട് ആലോചിച്ചോ, നന്നായിട്ട് ആലോചിച്ചോ. 30 സെക്കൻഡ് ബാക്കിയുള്ളൂ. സ്ട്രെസ് ആവുന്നു. 24. അതെന്താ സാധനം? ആലോചിച്ച ശ്രീ, നല്ല ആലോചിക്ക്. നീ രക്ഷപ്പെട്ടാ. നിന്റെ പേരെന്നെ വെച്ചിട്ടാ. 15. ആ സാധനം ഞാനത് ഉറപ്പിച്ചു. ആ, ഈ പേര് പറയണം. അറിയില്ല ഇതിന്റെ പേര്. പേര് പറ. 7 6 ഉറപ്പിക്ക്. അല്ലേ? അല്ലല്ലോ. സോറി. കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ സമ്മതിച്ചു തരും. 1 മിനിറ്റ്. ഇവിടെ കാണിച്ച സാധനം എന്താ? സാധനം അതെന്താ? അതോ? അത് ബട്ടർഫ്ലൈ. അതെന്താ കളർ? എന്താ കളർ?
എസ് വെച്ചിട്ട് എന്ത് കളറ്? ഇതിനെന്താ കളറ്? സിൽവർ ബട്ടർഫ്ലൈ. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ചോക്ക്. ഈ ഉറപ്പിച്ച് പറയാത്തതിനെ കൊണ്ടാണ് സമ്മതിക്കുക. മറ്റേത് ഇല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലെങ്കിൽ ഇതെന്നാന്ന് വന്ന് ഫിക്സ് ചെയ്തതിനും നിന്റെ കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റിലേക്ക് അവള് വീണ്ടും മാറ്റിയിട്ട് അത് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്തായിരുന്നു സ്കൂട്ടർ. അല്ല അളന്നില്ല അതായത് സാധനം ഇവളാ പിടിക്കുന്ന നേരം കൊണ്ട് എനിക്കിത് പിടിച്ചാൽ പിന്നെ ഈ സ്കൂട്ടർ ഇതല്ല അതെ അതായിരുന്നു ഞാൻ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. Get out from this house. ഇപ്പോഴേ കൊള്ളനോ. ഇനി അടുത്ത സ്പെല്ലിംഗ് അതാ. അടുത്തത് ടി. അല്ലല്ല ഇത് ട്രേ ടുലിപ്സ് ടേബിള് ട്രേ ട്രിങ്കറ്റ് ഡിഷ് ഇതുണ്ട്. പിന്നെ ട്രീ ആവാം. പിന്നെന്താ ടോർച്ച് ഉണ്ട്. ടോർച്ചില്ല. ഓക്കെ ഒരു മിനിറ്റ് പറഞ്ഞു ട്രിങ്കറ്റ് ഡിഷ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇതും ഒന്ന് ഇതും. അതൊന്ന് ഞാനായാ പറ്റും. അത് ശരിയാണ്. ഞാനേതാലോ അല്ലെങ്കിൽ വേണ്ട ഞാനേ ഈ ടുലിപ്പ് ഫ്ലവർ ആവാം. ഞാൻ ഈ ടേബിൾ ആവാം. ഈ ടേബിൾ പെട്ടെന്ന് കോമൺ ആയിട്ടുള്ള ഒരു സാധനല്ലേ, പറയാൻ ഒരു ബുദ്ധിമുട്ടേക്കും. അപ്പൊ പറയൽ ചാൻസ് കുറവായിരിക്കും. ഓക്കെ അപ്പൊ ഞാൻ ഈ ടുലിപ്പ് ഫ്ലവർ ആണ്. അപ്പൊ ഇതാണ് 5. ഓക്കെ അപ്പൊ ഞാൻ ടേബിൾ ആവാൻ പോവാട്ടോ. ഈ ടേബിൾ ആണ് ഞാന്. ഷാമി ഈ ടേബിൾ ആണ് ഗൈസ്. ഓക്കെ വിളിച്ചു. ഇതാണെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കണം. എനിക്കൊന്ന് കണ്ടുപിടിക്കാൻ പോളെ കൊതികൊണ്ടായിക്കോട്ടെ. ഓക്കെ ശ്രീക്കുള്ള ആൽഫബറ്റ് ഉറപ്പിച്ചോ? എന്റെ സെക്കായി പോയത് ട്രിങ്കറ്റ് ഡിഷ് ഉണ്ട്, ടേബിൾ ലാമ്പ് ഉണ്ട്, ടേബിൾ ഉണ്ട്, പിന്നെ ടീ പോട്ട് ഇവിടെ ഇല്ല. ഇത് കെറ്റിലാണ്. നേരത്തെ കുറച്ചുകൂടി ഭയം വന്നോ നിർത്തുന്നല്ലേ? ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ട്രിങ്കറ്റ് ഡിഷ് ഇത് ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഭയങ്കര കോൺഫിഡന്റ് ആണ് ഗൈസ് ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതില്. ഇവിടെ തന്നെ വന്ന് തിരിച്ചടിക്കാതെ അപ്പുറത്തൊക്കെ പോയി നോക്കും. അപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെയാണ് ഇവിടെ തന്നെ ഉണ്ടോ? ടേബിൾ ലാമ്പ് ഇവിടെ ടേബിൾ ലാമ്പ് 3 ഉണ്ട്. ഇതിലേതാണ് ഷാമിന്ന് കണ്ടുപിടിക്കാൻ ശ്രീ ബുദ്ധിമുട്ടും. ടേബിൾ ലാമ്പ് എവിടെ ഉള്ളത്? ഇവിടെ ഇത് പോട്ടെ. 2 മിനിറ്റ് 7 സെക്കൻഡ്. 2 മിനിറ്റ്. ഇത് കബോർഡ്. ഇത് ബെഡ്. അത് പില്ലോ. ഇതെന്തായിരുന്നു? ഇത് ബ്ലാങ്കറ്റ്. ഇത് ബെഡ്. 1 മിനിറ്റ് 53 സെക്കൻഡ്. പിന്നെതാ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കാം. ഈ ടേബിൾ ലാമ്പ് ഉറപ്പിച്ചോ? അല്ല. അയ്യോ ഫ്രീസ് കാർഡ് 5. നന്നായിരിക്കും. കാണിച്ചെടുക്ക് പെട്ടെന്ന്. ഇവിടെ ഇങ്ങനെയുള്ളതാരാ? ഞാനായിരുന്നു വാങ്ങിയതോന്നൊരു തോന്നൽ. അതിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഫിലിപ്പല്ലേ നല്ല ഭംഗിയല്ല വിരിഞ്ഞിരുന്നോണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു ചാൻസ് കൂടില്ലേ? ഒരാളെ കിട്ടിയില്ലേ? കണ്ടുപിടിച്ചാണെന്നുള്ളൂ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അത്രയും നേരം ഇങ്ങനെ ഒളിച്ചിരുന്നതുകൊണ്ടാണ്. ഇനി എനിക്ക് പുറത്ത് പോയിട്ട് ഇവരെ കണ്ടുപിടിക്കാം. ഞാനെന്താന്ന് പറയണ്ടേ? കാണിച്ചേരണ്ട. ഞാൻ ഏതാണ് ഗസ് ചെയ്യുന്ന ആദ്യം. അതന്നെ അങ്ങനെ ആദ്യം ഗസ് ചെയ്യും ഞാൻ എന്താന്ന്. ടേബിൾ ലാമ്പ് ടെലിസ്കോപ്പ് ഇവിടെ ഇല്ല. ടേബിൾ അപ്പൊ ലെറ്റർ പറ. കീബോർഡ്. കെറ്റല്. കീചെയിന്. കീപാഡോ? അല്ല ഇത് കീബോർഡ്. കെറ്റല്. കീചെയിന്. ഇതെന്താ? കവായ് സ്റ്റിക്കേഴ്സ്. അടിച്ചു പോലും കവായ് സ്റ്റിക്കേഴ്സ്.
കവായ് സ്റ്റാൻഡ്. ആ കവായ് സ്റ്റാൻഡാ. പക്ഷെ ഇല്ല അത് ഇത് കവായ് സ്റ്റാൻഡാ. അത് കവായ് ഇത് കുറോമി സ്റ്റാൻഡ്. അത് കുറോമി സ്റ്റാൻഡ്. ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് ഒരു തീരുമാനിക്കാം. ഞാൻ കീ ആവാം. കീ വേണോ? വേണ്ടല്ലേ? വേണ്ട. കീ ആവണോ? കീ ആവണോ കീ ചെയിൻ ആവണോ? കീ ആണോ കീ ചെയിൻ? കീ ചെയിൻ വേണം. കീ ചെയിൻ പെട്ടെന്ന് തല. ഞാൻ കുറോമി സ്റ്റാൻഡ്. കുറോമി സ്റ്റാൻഡ്. അല്ല കുറോമി ആലോചിക്കും. കെറ്റില് ഞാനിങ്ങനെ കളോ ഞാൻ ഇങ്ങനെ നിന്നാ മതി. അപ്പൊ ഞാൻ കെറ്റിലാവാനാ അല്ല കീ ആയാലോ? ഗൈസ് ഞാനിതാ ഈ കീ ചെയിൻ ആണ് കേട്ടോ. ഈ കാണുന്ന ഈ പാട്ടന്റെ കീ ചെയിൻ ആണ്. ഈ അഥവാ ഫ്രീസ് ആവാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലാവും. ഞാൻ കുറോമി സ്റ്റാൻഡ്. ഇത് എന്നോട് ഫ്രീസ് ആവാൻ പറഞ്ഞാൽ ഞാൻ ഇത് ഇങ്ങനെ കളിക്കും. ഇതിങ്ങനെ കറങ്ങി കളിക്കുന്ന സാധനമാണ്. എന്നിട്ട് അതുപോലെ കറങ്ങണം. കറങ്ങരുത്. അവിടെ നോക്ക്. ഓക്കെ. അപ്പൊ റെഡി അല്ലേ? റെഡി. അപ്പൊ ശ്രീ 5 വിളിക്കാം. ആദ്യമായിട്ടല്ല അല്ലേ? എങ്ങനെ ഫീൽ ചെയ്യുന്നു? നല്ല രസം. എക്സൈറ്റഡ് ആണല്ലേ? ഓക്കെ റെഡി അല്ലേ? അപ്പൊ 5ക്കുള്ള ആൽഫബറ്റ് വേഗം. വെച്ചിട്ട് ഇതെന്താ സാധനം? അത് വേസ്റ്റ് തന്നെയല്ലേ? കെ വെച്ചിട്ട് അല്ലേ? ആലോചിച്ചോളൂ, നന്നായിട്ട് ആലോചിച്ചോളൂ. ഞങ്ങൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും സാധാരണ എടുക്കാറില്ല. വെച്ചിട്ട് ഇതെന്താ? ഹെഡ്ഫോണ്, അതിന്റെ സ്റ്റാൻഡ്, കെറ്റില്, കീ ചെയിന്, പിന്നെ അതിനകത്ത് പല സാധനങ്ങൾ വേറെ ഉണ്ട്. കീബോർഡ്, കെറ്റില്, കീ ചെയിന്, പിന്നെ കീബോർഡ്, കെറ്റില്, കീബോർഡ്. ഒന്ന് കീബോർഡ്. ഉറപ്പിച്ചോ? ഒന്ന് ഉറപ്പിച്ചോ? അതല്ല. അല്ല. ഒന്ന് കീ ചെയിന്. ഇത് അതെന്നാന്ന് ഉറപ്പിച്ചോ? ഒരു മിനിറ്റ് ആലോചിക്കട്ടെ. വേറെ കീ ചെയിൻ എവിടെ? ഇത് കണ്ണൂർന്ന് നോക്കപ്പ കാണാ. വേണമെങ്കിൽ ഫ്രീസ് കാർഡ് എടുക്കാട്ടോ. ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം അല്ലെങ്കിൽ ടഫ് തന്നെയല്ലേ? 1 മിനിറ്റ് 52 സെക്കൻഡ് ബാക്കിയുള്ളൂ സമയം. വേഗം നോക്ക്. പോട്ട് കിറ്റിയല്ല. കീച്ചേന് വേറെ എവിടെ? 1 മിനിറ്റ് 39 സെക്കൻഡ് പോയിക്കോട്ടെ. എനിക്ക് മനസ്സിലാവില്ല. ഈ കീച്ചേൻ തന്നെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഇനി ശ്രീ അല്ലേ? ശ്രീ കാർഡ് തന്നെ. എനിക്ക് ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ? വേണം രണ്ടാളെ കണ്ടുപിടിക്കണം. ഒരാളെന്തായാലും കണ്ടുപിടിച്ചു. അത്രയ്ക്കൊക്കെ അഹങ്കാരം വേണോ? ഫ്രീസ് കാർഡ് പറ. എന്താ നിന്ന് തിരിയുന്ന ആളെ കളിയാക്കുന്നു. തിരിയേ? ഫാനാ. ഇവിടെ തിരിയുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഞാൻ വേണമെങ്കിൽ ഒരു ഗ്ലൂ കൂടെ കൊടുക്കും. ഞാൻ കൊടുക്കും ഗ്ലൂ. ഇപ്പൊ തൊട്ടിട്ടേ ഗ്ലൂ കേക്ക്. ഇപ്പൊ തൊട്ട് പോയിട്ടേ ഉള്ളൂ. ഇത് ചെയറല്ലേ? ഇതിനെന്താ പറയാ? ഇത് പെൻ ഹോൾഡർ അല്ലേ? അതല്ല. കിറ്റി, കീച്ചേന്, 20 സെക്കൻഡ് ബാക്കിയുള്ളൂ കേട്ടോ. രണ്ടാൾക്കാർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതോടെ നിന്ന് കറങ്ങുന്ന മതി. കെ വെച്ചിട്ട് വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ബുദ്ധി ഉപയോഗിക്കും. കെ വെച്ചിട്ട് എന്താ അവിടെ സാധനം ഉള്ളത്? കോഴിമുട്ട അല്ലേ? 5 4 3 2 1 ടൈം കഴിഞ്ഞു. അല്ല കിട്ടിയില്ല. എന്താ? ടൈം കഴിഞ്ഞു. ഗൈസ് ഞാൻ വളരെ ബുദ്ധിപരമായിട്ട് കുറോമി സ്റ്റാൻഡിലാണ് വിളിച്ചത്. കുറോമി പെൻ സ്റ്റാൻഡ്. ഇത് എത്ര പ്രാവശ്യം തൊട്ടിട്ട് പോയി? അങ്ങനെയൊന്നും പറയാൻ അതെ, പിങ്ക് ബട്ടർഫ്ലൈ, സിൽവർ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയാൻ പറ്റില്ല. ഇതില് ഫുള്ള് കുറോമിയാ ഉള്ളത്. അപ്പൊ ഇത് കുറോമി സ്റ്റാൻഡ് ആണ്. പിന്നെ കവായ് സ്റ്റാൻഡ്. എന്തായാലും ഒരാളെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത് വലിയ വിഷയം. കവായ് സ്റ്റാൻഡ് ഒന്നും പറയാം. ഇത് കുറച്ച് ടഫ് ആയിരുന്നു. പക്ഷെ ഷാമിനെ ഞാൻ തൂക്കി. വന്നില്ല. അതാണ് സംഭവം. ലാസ്റ്റ് റൗണ്ട് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. കീച്ചേൻ വന്നപ്പോ എനിക്കൊരു ഡൗട്ട്. പിന്നെ വേറെ കീച്ചേൻ ഉണ്ടോ ഞാൻ തപ്പിയത്. പിന്നെ ഒന്നും കാണാത്തപ്പോ ഞാൻ പിന്നെ ആ കീച്ചേനിലോട്ട്. ഈ ചാലഞ്ചിൽ ഞാൻ ആ കീ ചെയിൻ ആയിട്ടോ, പാണ്ട പോലത്തെ ഇങ്ങനെ കിടക്കുന്ന ആ കീ ചെയിൻ ആയി, പിന്നെ ഈ സിൽവർ ബട്ടർഫ്ലൈ ആയി, പിന്നെ ടേബിള് 3 റൗണ്ട്. ഒന്ന് ഈ സ്കൂട്ടറായി, പിന്നെ അതിന് ശേഷം ഈ ട്യൂലിപ്പ് ഫ്ലവർ ആയി, പിന്നെ ഞാൻ എന്തായത്,
പിന്നെന്തായിരുന്നു ആയത്? ആ അവിടെയുള്ള ക്രീമായി. ക്രീമായി. ഞാൻ ഒന്ന് ഈ കുറോമി സ്റ്റാൻഡ്, പിന്നെ ഞാന് ബട്ടർഫ്ലൈ സ്റ്റാൻഡ്, മറ്റേ wall ഞാൻ അത് പിന്നെ ഞാൻ എന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ അത് മറ്റേ കബോർഡ്, സീ വെച്ചിട്ട് കബോർഡ് അതും കണ്ടുപിടിച്ചു. 2 റൗണ്ടില് ഞാൻ സീക്കറായി, 2 റൗണ്ടില് ശ്രീ സീക്കറായി, ഒറ്റ റൗണ്ടില് 5 സീക്കറായി ട്ടോ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഇതേ ചാനൽ നമ്മൾ ഷാമിന്റെ റൂം കുറച്ചും കൂടെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേ ചാലഞ്ച് അവിടുന്ന് ചെയ്യുന്നത്. അതെ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് വരുമ്പോൾ. This is Srilakshmi. This is Shamya. This is Sanjita. Signing off.